ആദ്യം അവളുടെ കൈവെട്ടണം. രക്ഷപ്പെടാൻ നോക്കുക. നിന്നെ കണ്ണു വെട്ടിച്ചോ? ആരെ കണ്ണു വെട്ടിച്ചാലും എല്ലാം കണ്ട് മോളൊരാളിക്കുന്നു മറക്കണ്ട. താസിൽദാറല്ല, പടച്ചു തമ്പുരാൻ. എന്നോട് ഈ ചതി ചെയ്തതിന് അനക്ക് ഇതാണ് കിട്ടിയത്. ഇത്ര കുറച്ചോ? എത്രയായാലും അത് നിന്നെ ബോധ്യപ്പെടുത്തണോ? എന്നോട് ഇത്രയും വലിയ ചെറ്റത്തരം കാണിച്ച സ്ഥിതിക്ക് ഇനി നീ എന്നോട് സംസാരിക്കുമ്പോ നല്ല മര്യാദയോട് കൂടി സംസാരിക്കണം. അല്ലെങ്കിൽ ഓരോ മറുപടിക്കും ഇതുപോലെ കരണക്കുറ്റി നല്ല കനത്തിൽ കിട്ടും. ഓർത്തോ? അത് മറക്കണ്ട. എന്താ ചോദിച്ചത്? എനിക്ക് എന്നെ കൊല്ലണമെന്നോ? ഒരൊറ്റ കുത്തിന് എന്നെ കൊല്ലാൻ വേണ്ടത്. പക്ഷെ അതെന്തിന്? എനിക്കറിയാം ഇന്നോട് ചതി കാണിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഓരെന്നെ പലതും പറഞ്ഞ് മാറ്റിയിട്ടുണ്ടാവുന്നു. ആരും തുണയില്ലാതെ എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം എന്നറിയാണ്ട് നിൽക്കുന്ന പാവം നീ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. സുഖിച്ച് ജീവിക്കാനുള്ള വക കിട്ടുമ്പോ ഒരു കള്ളനെ ചതിച്ചാൽ എന്താ എന്നും നിനക്ക് തോന്നിയിട്ടുണ്ടാവും. എന്തായാലും ഒരു കള്ളനല്ലേ, അല്ലാതെ പട്ടിയെ പോലെ നിനക്ക് കാവൽ കിടന്നിരുന്ന ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പോട്ടെ, നീ ചെയ്തൊന്നും ഒരു ചതിയലിന്റെ അമ്മാളോ. ആ നിലയ്ക്ക് നിന്നൊരു ശത്രുവായിട്ട് പോലും ഞാൻ കണക്കാക്കണില്ല. എന്റെ നോട്ടം മറ്റവന്മാരെയാ. കള്ളന്മാരെ ഇംഗ്ലീഷുകാരെ കൂട്ടുപിടിച്ച് അവരെയും ഈ നാട്ടുകാരെ ഒരുപോലെ പറ്റിക്കണ ആ കാട്ടുകള്ളന്മാരെ എനിക്ക് വേണ്ടത്. ഇന്നേ വരെ കൊച്ചുണ്ണി ആരും കൊന്നിട്ടില്ല, കച്ചേരിക്കാർ കട്ടിട്ടില്ല. പക്ഷേ ഇനി ഞാനത് രണ്ട് ചെയ്യും. ജനങ്ങളെ സ്വന്തമായിട്ട് ജീവിക്കാൻ വിടാത്തവര് കരം പിരിക്കണ്ട, നാട് ഭരിക്കാൻ വേണ്ട. അല്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ടെന്താ? നീ നിന്റെ കാര്യം പറയേ. എന്നെ ചതിച്ചതിന് നിനക്ക് എന്ത് കിട്ടി? ഒരു കള്ളനായതുകൊണ്ട് തന്നെ ഞാൻ പറയാ, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലേ അതിന് കണക്ക് പറഞ്ഞു മേടിച്ചോണം. അല്ല, നീ ഇതെടുത്തില്ലേ? ഇതിൽ ഞാൻ വേഷവും മരുന്നൊന്നും പരത്തിയിട്ടില്ല പെങ്ങളെ. കൊച്ചുണ്ണി അത് ചെയ്യില്ല. വെച്ച് കഴിക്കാനുള്ള എന്ത് കിട്ടുമ്പോഴും പെരയിൽ വിശന്നിരിക്കുന്ന ഒരു കൂടപ്പറപ്പിനെ പോലെ നിന്റെ മകന്റെ മനസ്സിൽ വരും. അങ്ങനെ കൊണ്ടുവന്നത് അതും. സത്യം പറയട്ടെ, നീ എന്നെ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കുമ്പോഴും നീ എന്നെ ചതിക്കുമെന്ന് ഒരു തരി പോലും ചിന്തിച്ചില്ലാത്തോ? അങ്ങനെ ചതിക്കൊന്ന് ചിന്തിക്കാൻ ഞാൻ ഇന്നവരെ നിനക്കൊരു തെറ്റും ചെയ്തിട്ടുള്ളൂ പെങ്ങളെ. മതി, ഇത്രയെങ്കിലും പറഞ്ഞു പോയില്ലെങ്കിലേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂല. അതുകൊണ്ടാ. പോട്ടെ. നീ ചാടി നടന്നപ്പോഴാ എനിക്ക് സമാധാനമായത്. എല്ലാം ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഈ പൊന്നിനെ മോളെ നിന്നെ ചതിച്ചെന്ന് പറഞ്ഞത് ഇപ്പോഴാ. പറയടി ഒരുമ്പട്ടോളെ, എന്തിനാ നീ എന്റെ കൊച്ചിൻ്റെ കൂടി ചതി ചെയ്തത്? പറയടി. എന്റെ വരെ ചോദ്യം ചെയ്തൊക്കെ കഴിഞ്ഞതാ. മതി, എനിക്കങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പറയടി, എന്തിനാ നീ കൊച്ചിനോട് 10 തന്തയ്ക്ക് പറഞ്ഞ് തരകാണിച്ച? കൊച്ചുപിള്ള പോ, വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് നാറാ നിക്കണ്ട. കേട്ടില്ലേ നീ? ഇപ്പഴവളുടെ ഹുങ്കിനൊരു കുറവില്ല. പോട്ടടാ, വയറ്റി പേപ്പറിന് വേണ്ടിയല്ലേ? പിഴച്ചു പോട്ടെ. നീ എങ്ങോട്ടാണ് ഇവള് പിഴക്കേണ്ടത്? ഇവള് പിഴയല്ലടാ, നല്ലൊരു ഒന്നാന്തര പിഴ ആയിരിക്കാം. പക്ഷേ തന്നോളം പിഴയല്ല. കൊച്ചുപിള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ.
സ്നേഹം, ഒരു കള്ളന്റെ സ്നേഹത്തിന് എന്തുമാത്രം ആത്മാർത്ഥത കാണുമെന്ന് കൊച്ചുണ്ണിക്ക് വഴിയെ മനസ്സിലാവും. കേട്ടില്ലേ? ഇപ്പോഴോട്ട് വായിന്ന് വരുന്നത് നീ കേട്ടോ? കൂടുതൽ കേൾക്കാൻ വേണ്ടി നീ ഒന്നും പറയാൻ നിൽക്കണ്ട. വാ പോവാം. കൊച്ചുണ്ണി പറഞ്ഞാൽ ഞാൻ എന്തു അനുസരിക്കും? നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ അതല്ലല്ലോ അതിന്റെ ശരി. ഇതിനൊരു ശരികേടുണ്ട് കൊച്ചുണ്ണി. ഇവള് ശരിയല്ല.